ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ലൊരു മോർണിംഗ് ആണ്, അടിപൊളി മോർണിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നൈറ്റ് നല്ല ഡീപ്പ് സ്ലീപ്പൊക്കെ കിട്ടി. എന്ന് വെച്ചാൽ ഇവിടെ നല്ല ആയിട്ട് നല്ല മഴയായിരുന്നേ. അപ്പം നല്ല തണുപ്പിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഈ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കിടന്നുറങ്ങിയ ദിവസങ്ങളിലൊന്ന് ഇന്നലെയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, നിങ്ങളെ കൂടെ കാണിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഇനി എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ളതെല്ലാം ഗോ വിത്ത് ഫ്ലോ എന്നുള്ള രീതിയിലാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് എന്താണെന്ന് കാണിക്കാം. എനിക്കിന്നൊരു പാട്ടിങ്ങനെ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ക്രേവ് ചെയ്യുമായിരുന്നു. മറ്റേ മേലെ മേലെ ഇല്ലേ, എത്ര പേർക്ക് ആ സോങ് അറിയാം? മേലെ മേലെ വാനം വാനം മേലെ, അതില്ലേ അത്. എൻ്റെ പൊന്നോ, എന്തോ അടിപൊളി പാട്ടാടാ. അത് നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കള്ളപ്പമാണ് കേട്ടോ. കള്ളപ്പവും കടലക്കറിയുമാണേ. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കടലക്കറിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമുക്ക് കടലക്കറിയും കള്ളപ്പവും എടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് കഴിക്കാം. ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഹി ഹി ഹി. മൈക്ക് ഇവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്ന ഇത്രമാത്രം കേൾക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. കൊള്ളാം കൊള്ളാം, സൂപ്പർ സൂപ്പർ. ഞാൻ അപ്പത്തേക്ക് ഇച്ചിരി എരിവ് കൂടുതലുണ്ട്. ഞാൻ അപ്പത്തേക്ക് ഫിനിഷ് ചെയ്തിട്ട് വരാം. എനിക്ക് പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള കാണാം കേട്ടോ. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല എന്ന് പറഞ്ഞ പോലെ ക്ലാസ്സും വന്നില്ല, ഒരു കോപ്പും വന്നില്ല. ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു കേട്ടോ. ഇനിയിപ്പം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള മെസ്സേജ് വന്നാൽ ഞാൻ ഇപ്പോൾ ഓടുവേ, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ഇന്നലെ വെള്ളത്തിൽ ഇട്ട് വെച്ചൊരു ഓർബീസ് ഉണ്ടല്ലോ, അതെന്തായെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, ഞാൻ ഇപ്പം തന്നെ നിങ്ങളെ കാണിക്കാം. എൻ്റെ പൊന്നു മക്കളെ, ഇതിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഈ കുഞ്ഞു കുഞ്ഞു കുരുവേ ഉള്ള. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം അത്യാവശ്യം നല്ല വലിപ്പം വെക്കുമായിരുന്നേ. ഇത് നോക്കി ഇപ്പോഴത്തെ ഇതിൻ്റെ വലിപ്പം, ഒരു തുള്ളി പോലും വലിപ്പമില്ലടാ. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ. എനിക്കറിയത്തില്ല, ഇത് ആ കുപ്പി നിറയത്തില്ല. ഞാൻ എന്താണല്ലോ ആ കുപ്പിയും കൂടെ എടുത്തിട്ട് ഇപ്പം വരാം. ഇതാണ് കേട്ടോ ബോട്ടില്. ഇത്ര ഭംഗിയുള്ള ബോട്ടിലായിരുന്നു, ഇതിൻ്റെ അകത്ത് ഇത് തികയൂല. എന്താണേലും ഇത് നല്ല പൊട്ട സാധനമാണ്, ആരും പോയി മേടിക്കണ്ട കേട്ടോ. പൊട്ട സാധനത്തിന് നമ്മൾ പൊട്ട സാധനം തന്നെ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇത് നോക്കി എത്ര ചെറുതാന്ന്. ഞാൻ 2 പാക്കറ്റ് ഇട്ടതാ. എന്നിട്ട് ഇത് ഫുൾ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എന്തോരം ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. പണ്ടൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 പാക്കറ്റ് ഇട്ടാൽ തന്നെ അത്യാവശ്യം നല്ല വലിപ്പം വെക്കുമായിരുന്നു. അതേപോലെ ഇനിയിപ്പോൾ നിങ്ങളാരും പറഞ്ഞു വരണ്ട കേട്ടോ, കുറച്ച് സമയം വെച്ചിട്ടുള്ളൂ. നമ്മൾ 2 ദിവസം ഫുള്ളായിട്ട് വെച്ചതാണേ, എന്നിട്ടും ഇത് വീർത്ത് വന്നില്ല. അല്ലെങ്കിലും അങ്ങനെ നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ ആയിരിക്കും. ഞാൻ നിങ്ങളെ ഇത് ഫുൾ ഇട്ടിട്ട് കാണിക്കാം. ഇനി ഇതാണ് കേട്ടോ സാധനം. ഇത് ഇത്രയേ ഉള്ളൂ. ഇത്രയെന്ന് പറഞ്ഞാൽ ഇത്രയും, ഇച്ചിരി പോലും ഫില്ലായില്ലടാ. അതാ എനിക്ക് വിഷമം വരുന്നേ. ഇതെന്താ ഇത്രയേ ഉള്ളോ? ഈ ബോളിനൊക്കെ കുറച്ചുകൂടെ വലിപ്പം വെക്കുന്നതല്ലേ. ചിലത് മാത്രം അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ടേ, ഞാൻ കാണിച്ചു തരാം. ഇനി ആ ചിലത് വരത്തുമില്ല. ചിലത് മാത്രം അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്, ബാക്കി ഒന്നും വലിപ്പം വെച്ചിട്ടില്ല. എനിക്കറിയത്തില്ല ഇതെന്തുവാ ഇങ്ങനെയെന്ന്. ഞാൻ ഇത്ര ആഗ്രഹിച്ച ഡിസപ്പോയിൻമെന്റ്. എന്തുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റിയല്ലേ, ഇത്രേ ഉള്ളൂ. നമുക്കിനി എന്താ ചെയ്യാനുള്ളത്? അപ്പം മമ്മി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എത്തി നോക്കി പോകുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അന്നത്തെ പ്രാങ്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതൊന്ന് കമൻറ്റിൽ പറയട്ടോ. ആ രസമായിരുന്നേ. എന്നുവെച്ചാൽ അത്ര അടിപൊളി പ്രാങ്ക്, എൻ്റെ പൊന്നു റിയോ അടിപൊളി, അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷെ രസമുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മെമ്മറീസാണ്. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഇച്ചിരി പ്രായമൊക്കെ ആയിക്കഴിഞ്ഞ് ഞങ്ങളുടെ മമ്മിയുടെ മുടിയല്ല മൊത്തത്തിൽ നരച്ചൊക്കെ കഴിയുമ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നത്തില്ലേ? അതിന് വേണ്ടിയിട്ടൊക്കെ കൂടിയാണ് കേട്ടോ ഇതൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് മുറ്റത്തോടെ ഇറങ്ങിയിട്ട് വരാം. ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ കമൻസൊക്കെ. മറ്റേ റോസിൻ്റെ ബൊക്കറ്റ് ഉണ്ടാക്കിയ വീഡിയോയിലെ
അതിന് കുറേ എഫേർട്ട് വേണം, അതാണ് 900-1000 രൂപയൊക്കെ വരുന്നതെന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ സെല്ല് ചെയ്യുന്നവർ ഓക്കെ, പക്ഷെ ഒറ്റ പീസായിട്ടൊക്കെ മേടിക്കുന്നവർ എന്ത് ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പൈസ ആവത്തില്ല, നമ്മുടെ ഒരു എഫേർട്ടുമായി. ഇപ്പം നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കാണെങ്കിൽ വീട്ടിൽ വെറുതെ വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഇരുന്ന് ഉണ്ടാക്കുക. അതാകുമ്പോൾ ഒരു ദിവസം ഒരു 2-3 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയാൽ മതി. നമുക്കറിയാലോ എപ്പോഴത്തേക്കാണ് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഫ്ലവേഴ്സിന് 950 രൂപ കൊടുക്കുന്ന നഷ്ടമാണ്. അതല്ല പെട്ടെന്ന് വേണ്ടതാ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് ഓർഡർ ചെയ്യും. അപ്പോൾ ആ റോസിൻ്റെ വീഡിയോയുടെ ഫുൾ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി കമൻറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചെയ്യാം കേട്ടോ. എന്നെങ്കിലും ഒരു പെൻഡിങ് വീഡിയോ പോലത്തെ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ നേരം അതെടുത്ത് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. പിന്നെന്താണ്, നമുക്ക് പുറത്തോട്ട് നോക്കാം. നമ്മുടെ കോശുമോൻ ധ്യാനത്തിന് പോയേക്കാണ് കേട്ടോ. അവൻ വന്നാലും ഒരു വൈബുള്ളൂ. അവനുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കിങ്ങനെ മുറ്റത്തൂടെ നടക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ കുശുമ്പൂത്തി നടക്കാൻ രസമുണ്ട്. അവനില്ലാത്തപ്പോൾ എന്തോ ഒരു വിഷമം. അവൻ വരട്ടെ, എന്താണേലും അവൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാം. നമുക്ക് അടുത്ത ദിവസം വല്ലതും എന്തെങ്കിലും ഈറ്റിംഗ് ചലഞ്ച് പോലത്തെ വീഡിയോസൊക്കെ കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പറയുന്നു? കുശുമോൻ ഇങ്ങനെ ലീവുള്ളപ്പോൾ മാത്രമേ നമുക്ക് ഇതൊക്കെ എടുക്കാനൊക്കത്തുള്ളൂ, അല്ലാത്തപ്പോൾ പറ്റത്തില്ല. ഞാൻ എന്താ നോക്കുന്നതെന്നറിയാവോ? നമ്മുടെ വിറകുവരയിൽ പൂച്ചയുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിറകുവര കയറ്റാൻ സമ്മതിക്കത്തില്ല. അത് ചീറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വരും. കുറേ കുഞ്ഞുങ്ങളും ഉണ്ട്. അപ്പോൾ അതിപ്പം മിഷൻ പെരയുടെ മണ്ടയ്ക്കത്തെ ഷീറ്റിൻ്റെ മണ്ടയ്ക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ എന്നെ നോക്കുന്നുണ്ട്, ഞാൻ അതിനെയും നോക്കുന്നുണ്ട്. എങ്ങാനും ഒരു കടി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാൻ. ഒരു പക്ഷേ അത് ഓടുമായിരിക്കാം, അല്ലെങ്കിൽ എന്നെ ചീറ്റി കാണിക്കുമായിരിക്കാം, നമുക്കറിയത്തില്ല എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ഇവിടെ ആണ് കേട്ടോ പൂച്ചയുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പൂച്ച സാർ, കണ്ട അതിൻ്റെ അടിയിലൊരു സാധനം കണ്ട, അതിൻ്റെ വാല് പിടിച്ച് വലിക്കുന്ന കുഞ്ഞ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തൊരു പൂച്ച, എന്തൊരു ക്യൂട്ട്നെസ് എന്ന്. പക്ഷെ ഇവൻ നല്ല പോലെ ചീറ്റും. നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ചീറ്റി നമ്മുടെ നേരെ വരും. എൻ്റെ ദേവി, ചീറ്റി നമ്മുടെ നേരെ വരും. നമ്മുടെ പൂച്ച സാറിനെ കാണാൻ മതസ്ത്രീ വന്നിട്ടുണ്ട്. അവിടെ ഉണ്ട്, പോയി നോക്ക് ഇങ്ങോട്ട്. കണ്ടോ? അപ്പം ഞാൻ മുറ്റത്തുനിന്ന് കയറി വന്നു കേട്ടോ. ഇനിയിപ്പോൾ 2 ഷോർട്സ് വേണ്ട, നമുക്ക് 2 റീൽ എടുക്കാം. എനിക്കിപ്പോൾ എൻ്റെ ട്രാൻസിഷൻ റീൽസിനോട് ഭയങ്കര ഒരു ത്വര. എന്താണെങ്കിലും അത് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യണം. ഇനിയിപ്പോൾ കോശുമോൻ വന്നിട്ട് കാണാം. കോശുമോൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വത്തക്ക ജ്യൂസ് ഉണ്ടാക്കാം. കൈൻഡ് ഓഫ് വത്തക്ക, തണ്ണിമത്തൻ, വാട്ടർമെലൻ എന്നൊക്കെ പറയും. നിങ്ങളുടെ അവിടെ അങ്ങനെയൊക്കെ പറയും, ഞങ്ങളുടെ ഇവിടെ വത്തക്ക എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ജ്യൂസ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കാം. അന്നേരം നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി പോട്ടെ. ഷോർട്സ് എടുക്കുന്ന വീഡിയോ കാണിക്കണം, വേണ്ടല്ലോ? കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം. ഞാനൊരു റീല് ഷൂട്ട് ചെയ്യായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ചെയ്യാവേ. ഏതോ ഒരു സാരിയും ഏതോ ഒരു ബ്ലൗസല്ല, അന്ന് നമ്മൾ വാങ്ങിച്ചില്ലായിരുന്നു, ടാൻ ടോപ്പാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഒരു വലിയ കമ്മൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഈ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കുറേ ആയി ഈ കമ്മലൊക്കെ വാങ്ങിച്ചിട്ട്, അറൗണ്ട് 2 കൊല്ലത്തിന് മേലെയായി. അപ്പം നമുക്ക് ഈ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് കാണാവേ. ഇതിൻ്റെ ഫുൾ റീല് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്തിട്ട് റീലിന് വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ. നമുക്ക് ഷോർട്സിൽ ഇടാം. ഷോർട്സിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തോളാൻ പറഞ്ഞേ. അപ്പം നമുക്ക് വീഡിയോയുടെ ബാക്കിയിലേക്ക് പോവാം. അപ്പം ഞാൻ എൻ്റെ റീലെടുക്കൽ പരിപാടീസ് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. റീലെടുക്കാൻ നേരം ഞാൻ പൊട്ടില്ലടാ. ഇപ്പം ഞാൻ വെറുതെ ഒരു പൊട്ടെടുത്തോട്ട്, എനിക്ക് ഭ്രാന്താണോ ദൈവമേ. അത് പോട്ടെ. നമുക്കിനി ബത്തക്ക വെള്ളം ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് പോവാം. ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട്. കോഷു ഇപ്പം വരും. അതിന് മുന്നേ നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. എനിക്കറിയാം നമ്മൾ കുറച്ച് എസ്തെറ്റിക്സിൽ നിന്ന് വിട്ടാണ് നിൽക്കുന്നത്. കാരണം നമ്മൾ അടുക്കളയിലാണ് നിൽക്കുന്നത്. 10-27 വർഷം പഴക്കമുള്ള അടുക്കളയാണ്. അപ്പം നിങ്ങൾ ഒത്തിരി എസ്തെറ്റിക്സ് ഒന്നും അടുക്കളയെ പ്രതീക്ഷിക്കരുത്. നമ്മൾ ബാക്കിയെല്ലാം റിനോവേറ്റ് ചെയ്തെങ്കിലും അടുക്കള എപ്പോഴും നമ്മൾ അവിടെ നിന്ന് വന്നിട്ടില്ല. അവിടെ നിങ്ങൾ വരുത്താൻ അമ്മച്ചിക്ക് അങ്ങ് വലിയ ഇഷ്ടമില്ല. അപ്പം നമുക്ക് കുഴപ്പമില്ല. പണ്ടത്തെ ഒരു വിൻറ്റേജ് വൈബിൽ നിങ്ങൾ കാണുന്നോ? വിൻറ്റേജ് ഫിൽറ്റർ ഇട്ടാലോ?
ഫിൽറ്റർ ഇടാം, വിൻറ്റേജ് ഇടാം. വിൻറ്റേജ് ഞാൻ ഇടും. വിൻറ്റേജ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ആ ഫിൽറ്റർ ചെയ്ത് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ വത്തക്ക വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ തൊലിയെല്ലാം ഫുള്ള് കളഞ്ഞെടുക്കാം. ഞാൻ ആദ്യം പോയിട്ട് ഒരു കട്ടിംഗ് ബോർഡും കത്തി എടുത്തിട്ട് വരാം. ഷെഫ് പിള്ളയ്ക്കും എനിക്ക് മാത്രമുള്ള ഒരു കത്തി വെച്ചിട്ട് നമ്മൾ വത്തക്ക കട്ട് ചെയ്യാൻ പോണ്. ഒരു സൗണ്ട് കേട്ട് കുശുമ വന്നേന്ന് തോന്നുന്നു. യെസ് മൈ ഡിയർ ബേബി വന്നോ. വത്തക്ക വെള്ളം ഉണ്ടാക്കാൻ പോവാം. പറമ്പിൽ പോയി അറിയത്തില്ല. നമ്മൾ മെല്ലെ മെല്ലെ കത്തി വെച്ചിട്ട് ഇതിൻ്റെ തോലൊക്കെ അങ്ങ് ചെത്തി കൊടുക്കാം, അതായിരിക്കും നല്ലത്. ഭയങ്കര സാറ്റിസ്ഫാക്ഷനാടോ വത്തക്കയുടെ തോലി എത്തുമ്പോൾ. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടും. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പം ഇത് ഞാൻ ചെത്തിയിട്ട് കാണിക്കാം. നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ അടുക്കള എന്ന് പറയാൻ. ഇവിടെ അടുക്കള ഫങ്ഷനിങ് ആയിട്ട് ഒരു അടുക്കള, അതല്ലാണ്ട് നമുക്കൊരു സ്റ്റോർ റൂം ഉണ്ട്. അടുക്കളയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. സ്റ്റോർ റൂം കുറച്ച് ഇരുട്ട് മുറിയാണ് കേട്ടോ. അത് നിങ്ങളെ പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇരുട്ടായിരിക്കും, നിങ്ങൾക്കൊന്നും കാണുമല്ലോ, പിന്നെ ഞാൻ കാണിച്ചിട്ട് എന്താ കാര്യം. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു റൂമുണ്ട്. ഇവിടെ എന്താണ് സ്റ്റോർ റൂമും അവിടെ വർക്ക് ഏരിയയും വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒത്തിരി സ്ഥലമുണ്ട്, അതാണ് മെയിൻ കാര്യം. പഴയ വീടാവുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സ്ഥലത്തിലാണ് ഇവർ വീട് പണിയുക. ഇപ്പോഴല്ലേ എല്ലാവരും ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടൊക്കെ പണിയുന്നേ. നമ്മുടെ വീടിന് ഒത്തിരി സ്ഥലവും. ഞാൻ എന്താണെങ്കിലും ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ടല്ല, ഇത് പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയൊരു പച്ച കളർ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം വത്തക്ക വെള്ളം ആക്കാൻ നേരം കുറച്ചൊരു ഇതുണ്ടെങ്കിലും കുഴപ്പമില്ല. കോശ ടി വി നിർത്തിയിട്ട് ഇങ്ങോട്ട് വാ, വന്നിട്ട് ആ ക്ലാസ് 4 എടുത്ത് അങ്ങ് കഴുകു. പിള്ളേരെ ചെറുപ്പം തൊട്ടേ നമ്മളെല്ലാം പഠിപ്പിക്കണം കേട്ടോ. ആൺപിള്ളേർ പെൺപിള്ളേർ എന്നുള്ള ഡിഫറൻസസ് ഒന്നും ഇല്ലാണ്ട് പിള്ളേരെ സർവൈവൽ സ്കിൽസ് എല്ലാം നമ്മൾ പഠിപ്പിച്ചു വെക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഇവരെവിടെയെങ്കിലും പോയി ജീവിക്കാൻ നേരം ഇവർക്ക് പാത്രം കഴുകാൻ അറിയത്തില്ല, ഫുഡ് ഉണ്ടാക്കാൻ അറിയത്തില്ല, അങ്ങനെയൊന്നും വരരുത്. ചെറുപ്പം തൊട്ടേ നമ്മൾ എല്ലാ കാര്യവും ചെയ്യിപ്പിക്കണം. ക്ലാസ് എടുത്ത് 4 കഴുകുമോനെ. കോശുമാൻ എല്ലാ കാര്യവും ഇവിടെ ചെയ്യും കേട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് പറയാണ്ട് ചെയ്യും. അടിച്ചൊക്കെ ഇവൻ വാരും. നല്ല കുട്ടിയാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ കാണിക്കാം. നമ്മളിതിനി കുഞ്ഞിതായിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ വേണ്ടേ. നല്ല ചെറുതായിട്ട് എന്ന് വെച്ചാൽ ക്ലാസ്സിന് പറ്റുന്ന വിധത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കും. ചിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്യണം. വേഗം പരിപാടി കഴിയും കേട്ടോ. മമ്മിയൊക്കെ പറമ്പിൽ പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കിത് ആക്കി അവർക്ക് കൊടുക്കാം. ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ക്ലാസ്സിലേക്ക് നിറയ്ക്കും. കൈയൊക്കെ വൃത്തിക്ക് കഴുകിയിട്ടൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കൈയെല്ലാം വൃത്തിക്ക് കഴുകിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ അകത്തോട്ട് പഞ്ചസാര ഇടണം. പിന്നെ കുറച്ച് തണുത്ത വെള്ളവും പിന്നെ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് സെറ്റ് ചെയ്തിട്ടിടണേ. ഇതിങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് പഞ്ചസാരയും കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സെറ്റാവും. അപ്പം ഇത്രേ ഉള്ളൂ. നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാം ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ കാണാൻ പറ്റിയില്ലെന്ന്. അപ്പോഴത്തേക്ക് ഇവരെല്ലാം വന്നു. അപ്പോൾ പിന്നെ ഹറിബറിയായി. അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നതിൽ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ടും അങ്ങനെ എടുക്കാഞ്ഞ്. ഇനിയിപ്പോൾ ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ബൈ.